കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗുല, അതുപോലെ തന്നെ മുബാറത്ത്, അതുപോലെ തന്നെ തലാഖ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട് 2021 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള ഒരു 6 ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ 6 ഗൈഡ് ലൈൻസ് പ്രകാരം ചെയ്താലാണ് അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ എന്ന് കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ മെയിൻ പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് നോ എൻക്വയറീസ് റിക്വയർഡ് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറി ഒന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്പീഡി ഡിസ്പോസലുമാണ് ഇവിടെ കോടതി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പാർട്ടീസ്, അതായത് ഗുലനാമ, അതുപോലെ തന്നെ തലാഖ് നാമ, മുബാറത്ത് നാമ എന്നിവ ലഭിച്ചതിന് ശേഷം പാർട്ടീസ് എന്ത് ചെയ്യണം? ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 7 ക്ലോസ് D പ്രകാരം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഗുലാമ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ഒപ്പം വേണ്ട അടുത്ത ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു 3 വട്ടമെങ്കിലും ഇരു പാർട്ടികളും തമ്മിൽ പള്ളി കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെയും സാന്നിധ്യത്തിൽ ഒരു കോംപ്രമൈസ് ചർച്ച നടത്തി എന്നുള്ളതിൻ്റെ വാലിഡ് ആയിട്ടുള്ള ഒരു പ്രൂഫ് നമുക്കവിടെ അത്യാവശ്യമുണ്ട്. അതുപോലെ തന്നെ മെഹർ എന്ന് പറയുന്ന പിന്നെ പാർട്ടീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 2 പാർട്ടിക്കാരും അതായത് ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യണം? അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ള ഒരു പേപ്പർ ഹാജരാക്കണം. ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, ആരുടെ നിർബന്ധപ്രകാരമല്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കോടതിയിൽ ഹാജരാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ മെഹറുമായി ബന്ധപ്പെട്ടിട്ട് അത് ഗുലാനാമയിലും മെൻഷൻ ചെയ്താൽ പോരാ, ഈ സ്റ്റേറ്റ്മെൻറ്റിലും മെഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അത് തിരിച്ചു കിട്ടിയിട്ടില്ലേ എന്നുള്ള കാര്യങ്ങളും കൃത്യമായി എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തതിന് ശേഷം ഗുലാനാമയും കൊണ്ടുവേണം എന്ത് ചെയ്യാനായിട്ട്? സെക്ഷൻ 7 ക്ലോസ് D പ്രകാരം ഫാമിലി കോടതിയിലെ പാർട്ടീസ് പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട്. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്ക് കോടതി എന്ത് ചെയ്യും? ഒരു നോട്ടീസ് അയക്കുകയാണ് ചെയ്യുക. അത് ഗുലയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് ഭർത്താവാണ്, തലാഖാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയാണ് ഓപ്പോസിറ്റ് പാർട്ടിയായിട്ട് മാറും. അപ്പോൾ ഭർത്താണെന്നുണ്ടെങ്കിൽ 2 കൂട്ടർ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഓൺ റിസീപ്റ്റ് ഓഫ് ദ പെറ്റീഷൻ ദ ഫാമിലി കോർട്ട് ഷാൾ ഇഷ്യൂ നോട്ടീസ് ടു ദി റെസ്പോണ്ടൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, ആഫ്റ്റർ സർവീസ് ഓഫ് സമൻസ് ഓർ അപ്പിയറൻസ് ഓഫ് ദ റെസ്പോണ്ടൻറ്റ് ദ ഫാമിലി കോർട്ട് ഷാൾ ഫോംലി റെക്കോർഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബോത്ത് പാർട്ടീസ് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവന്മാർ ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൽ എന്ത് ചെയ്യണം? കോടതിയിലേക്ക് വരും. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫാമിലി കോടതി എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. The party shall also be directed to produce talaq nama, gula nama, if pronouncement or declaration is in writing or mubarat agreement. അത് കോടതിയിൽ ഹാജരാക്കാൻ പറയും. തലാഖ് നാമ, മുബാറത്ത് നാമ, അതുപോലെ തന്നെ തലാഖ് നാമ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഓൺ പ്രൈമ ഫേസി സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദർ വാസ് വാലിഡ് പ്രൊനൗൺസ്മെന്റ് ഓഫ് തലാഖ്, ഗുല, talaq e tawfis or valid execution of mubarat agreement, the family court shall proceed to pass order endorsing the extrajudicial divorce and declaring the status of the parties without any further enquiry. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റ് എല്ലാം ഹാജരാക്കിയിട്ടുണ്ട്, കോംപ്രമൈസ് ചർച്ച നടത്തിയിട്ടുണ്ട്, സെറ്റിൽമെൻ്റ് എല്ലാം നടന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള ഒരു എൻക്വയറി കോടതി നടത്തില്ല. ഈ പാർട്ടീസിനോട് തന്നെ ചോദിക്കും, എല്ലാം ഓക്കെ അല്ലേ? ഈ ചോദിക്കുമ്പോൾ ഓക്കെ ആണ് എന്ന് പറയുന്നത്, ഇൻക്ലൂഡിങ് ചൈൽഡ് കസ്റ്റഡി. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻക്വയറി കോടതിയുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ തന്നെ കോടതി എന്ത് ചെയ്യുന്നു? ഓർഡർ പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ്, ദ എൻക്വയറി ടു ബി കണ്ടക്റ്റഡ് ബൈ ദി ഫാമിലി കോർട്ട് ഷാൾ ബി സമ്മറി ഇൻ നേച്ചർ, ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ അൺകണ്ടസ്റ്റഡ് മാറ്റർ. ഇതൊരു സമ്മറി ഇൻ നേച്ചറിലാണ് ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതൊരു അൺകണ്ടസ്റ്റഡ് മാറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഫിഫ്ത്ത് പോയിന്റ്, the family court shall dispose of the petition within 1 month of the appearance of the respondent
ദ പീരീഡ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഫോർ വാലിഡ് റീസൺസ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോട്ടീസ് അയച്ചു കഴിഞ്ഞിട്ട് റെസ്പോണ്ടന്റ് കോടതിയിൽ ഹാജരായ ആ ഡേറ്റ് മുതൽ 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കണം? ഈ തലാക്ക് അല്ലെങ്കിൽ മുബാറത്ത് അല്ലെങ്കിൽ ഗുല എന്ന് പറയുന്നത് ആ കേസ് കോടതിയിൽ ഡിസ്പോസ് ചെയ്യണം. ഇൻ കേസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ഈ ഒരു മാസം എന്നുള്ളത് വേണമെങ്കിൽ നീട്ടാം. എന്തെങ്കിലും അസുഖങ്ങളോ വരാൻ പറ്റാത്ത സിറ്റുവേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. Sixth point, if any of the parties is unable to appear at the court personally, the family court shall conduct enquiry using video conference facility. ഇപ്പം നേരിട്ട് ഹാജരാവാനായിട്ട് പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് വിചാരിക്കും, വിദേശത്താണ്, ലീവ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി പാർട്ടീസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സിൻ്റെ ഈ 1 month പ്രോസസ്സിൽ അവർക്ക് അപ്പിയർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി കോടതി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വീഡിയോ കോൺഫറൻസിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് എല്ലാ ഫാമിലി കോടതിയുടെയും നോട്ടീസ് ബോർഡിൽ അവരത് ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. എന്താണ് ലിങ്ക്? സാധാരണ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ ആ ലിങ്ക് ചേഞ്ച് ചെയ്യും. ഇനിയിപ്പോൾ ലിങ്ക് നോട്ടീസ് ബോർഡിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വക്കീൽമാരുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. കേസുള്ള ദിവസം കേസ് വിളിക്കുന്നതിനേക്കാളും 1 hour മുമ്പ് നമ്മൾ അവരായിട്ട് ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യും, നമ്മളത് ജോയിൻ ചെയ്യുക. നമ്മുടെ കേസ് നമ്പർ വിളിക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ക്യാമറ ഓണാക്കുക, മൈക്ക് ഓണാക്കുക, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഇത് 2021, ഇത് ഈ ഓർഡർ വന്ന ഡേറ്റ് 12/10/2021 എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആയില്ലേ? ഇനി ഇതൊരു പോയിന്റും കൂടി പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടായിരുന്നു. സെക്ഷൻസ് ഇത്ര തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ